നമസ്കാരം, ഞാൻ റിയാസ് മോൻ അഞ്ചലാണ്. മുതൽ മുടക്കില്ലാതെ ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് അവസരം എന്തുണ്ട് എന്ന് പറഞ്ഞു തരാൻ സാധിക്കുമോ ആർക്കെങ്കിലും? എന്നാൽ ഞാൻ പറഞ്ഞു തരാം. ₹1 മുതൽ മുടക്കില്ലാതെ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതെ, ഒരു ഗോഡൗൺ ഇല്ലാതെ, സ്റ്റാഫ് ഇല്ലാതെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ് അവസരത്തെ പറ്റി ഞാനൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ കൂടെ തന്നെ പാർട്ട് ടൈമായിട്ട് ചെയ്യുന്ന ജോലിക്കോ അല്ലെങ്കിൽ ബിസിനസ്സിനോ ഒന്നും ഒരു തടസ്സമില്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സിനെ പറ്റിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഓൾറെഡി ആ ബിസിനസ്സിലൂടെ ഇന്ന് കമ്പനിയുടെ ഡയമണ്ട് ഡയറക്ടർ എന്ന് പറയുന്ന ടൈറ്റിൽ അച്ചീവ് ചെയ്തൊരു വ്യക്തിയാണ്, കാർ അച്ചീവറാണ്. അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിയേക്കാളും കൂടുതൽ വരുമാനം ഇതിൽ നിന്ന് ഏൺ ചെയ്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബിസിനസ്സിനെ പരിചയപ്പെടുത്തി തരുന്നത് തീർച്ചയായും എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെയാണ്. ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇന്ന് ഏകദേശം 3-3.5 വർഷത്തോളം ആകുന്നു. മോദി കെയർ എന്ന് പറയുന്ന അവസരത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. എന്താണ് മോദി കെയർ ബിസിനസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇടനിലക്കാരെയും പരസ്യ കമ്പനികളെയും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഉപഭോക്താവിലേക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു വിപണന രീതിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. കമ്പനി ചെയ്യുന്നത്, കമ്പനിയുടെ മാനുഫാക്ചർ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ നേരിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. സൗജന്യമായി എടുക്കുന്ന ഒരു ഐഡിയയിലൂടെ കമ്പനിയുടെ 15 കാറ്റഗറിയിൽ ഇന്നിപ്പോൾ 800-ൽ പരം ഉൽപ്പന്നങ്ങൾ മോദി കെയർ കമ്പനിയിലുണ്ട്. ഈ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ എവിടെയും വിതരണം ചെയ്യാനുള്ള ഒരു വിതരണ അവകാശം നമ്മൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അതിലൂടെ നമുക്ക് ഓൺലൈൻ ഷോപ്പ് നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട്. വെബ്സൈറ്റ് ഉണ്ടാവും, ആപ്പ് ഉണ്ടാവും. ഇതെല്ലാം സൗജന്യമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. മോദി കെയർ എന്ന് പറയുന്ന കമ്പനി 1996 മുതൽ ഇന്ന് 28 വർഷം പിന്നിടുന്നു എന്നുള്ളതാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ സ്വയം തൊഴിലായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ബിസിനസ് അവസരമാണ് മോദി കെയർ എന്ന് പറയുന്നത്. നമുക്കറിയാം, മാർക്കറ്റിൽ ഒരുപാട് കമ്പനികളെ കാണാൻ കഴിയും, ഒരുപാട് ബ്രാൻഡുകളെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? അത് ഒരുപാട് ആൾക്കാർ മാർക്കറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പല കമ്പനികളും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലിബ്രിറ്റികളൊക്കെ വെച്ചിട്ടാണ് അത് പരസ്യം ചെയ്യുന്നതും മാർക്കറ്റ് ചെയ്യുന്നതുമൊക്കെ, അല്ലേ? എല്ലാ ബ്രാൻഡുകളും, പല ബ്രാൻഡുകളും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. എന്നാൽ ഡയറക്റ്റ് സെല്ലിങ്ങിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഉപഭോക്താവിലേക്ക് നേരിട്ട് എത്തിച്ചു കൊടുത്തിട്ട് അവരാണ് തീരുമാനിക്കുന്നത് ഈ ഉൽപ്പന്നം നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്നത് ഉപഭോക്താവാണ്. ഉപഭോക്താവിന് ആ വാങ്ങിയ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിച്ചു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്കൊരു ചായപ്പൊടിയുടെ ഉദാഹരണം എടുക്കാം. ഒരു ചായപ്പൊടി ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിൽ നിന്ന് നമ്മൾ വാങ്ങുന്നതിരിക്കട്ടെ. വാങ്ങിയ ഉൽപ്പന്നം പൊട്ടിച്ച് നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്കതിലൊരു സംതൃപ്തി തോന്നില്ല, ഇഷ്ടം തോന്നുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മറ്റുള്ളൊരു മാർക്കറ്റിലാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എടുത്ത് കളയാനേ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ വാങ്ങിയല്ലോ എന്ന് വിചാരിച്ച് ഉപയോഗിച്ച് തീർക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ ഡയറക്റ്റ് സെല്ലിംഗ് എന്താണ് പ്രസക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉൽപ്പന്നം നമ്മൾ വാങ്ങി പൊട്ടിച്ച്, ഇപ്പോൾ ചായപ്പൊടിയുടെ ഉദാഹരണം പറഞ്ഞു, നമ്മൾ പൊട്ടിച്ച് ഉപയോഗിച്ച് ചായ ഇട്ട് കുടിച്ചു. അതിൻ്റെ മണത്തിലോ രുചിയിലോ ടേസ്റ്റിലോ നമുക്ക് ഇഷ്ടം തോന്നുന്നില്ല. ഇഷ്ടം തോന്നുന്നില്ലെങ്കിൽ പോലും തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് റീഫണ്ട് കിട്ടും. എന്ന് വെച്ചാൽ വാങ്ങുന്ന ഉപഭോക്താവിന് പോലും ഈ ഉൽപ്പന്നത്തിൻ്റെ പൈസ പോലും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മായം കലരാത്ത നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഡയറക്റ്റ് സെല്ലിംഗ് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയിലൂടെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇവിടെ വിലക്കുറവുമായിരിക്കും. മാർക്കറ്റിലെ കാലം വിലക്കുറവിലും ബെനിഫിറ്റിലും ഓഫറിലും ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന മോദി കെയർ എന്ന് പറയുന്ന കമ്പനി നമുക്ക് തരുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിൽ ഇന്ത്യൻ പ്രൈസിലാണ് ഉൽപ്പന്നങ്ങൾ നമുക്ക് തരുന്നത്. മനസ്സിലാക്കുക, ഇന്ത്യൻ പ്രൈസിൽ. അപ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളും അവരുടെ ഉൽപ്പന്നം നല്ലതാണെന്നാണല്ലോ പറയുക. ഇവിടെയാണ് കമ്പനിയുടെ ചെയർമാനായിട്ടുള്ള മിസ്റ്റർ സമീർ മോദി എന്ന് പറയുന്ന വ്യക്തി എല്ലാ ഉൽപ്പന്നത്തിലും സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി എഴുതി സൈൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വാങ്ങുന്ന ഉപഭോക്താവിന് പോലും ₹1 നഷ്ടസാധ്യതയില്ല. ഏത് ഉൽപ്പന്നം, മോദി കെയറിൽ നിന്ന് ഏത് ഉൽപ്പന്നം മേടിച്ചിട്ടുണ്ടെങ്കിലും 100% മണി ബാക്ക് ഗ്യാരണ്ടി കമ്പനി തരുന്നു എന്നുള്ളതാണ്. പൊട്ടിച്ച് ഉപയോഗിച്ച് 20% ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു കാര്യം. മായം കലരാത്ത നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേന്ന് പറയുന്നത്, ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ സൗജന്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ID കാർഡുണ്ട്. ആ കാർഡിലൂടെയാണ് നമുക്ക് ഈ പറയുന്ന കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ സൗജന്യമായിട്ട് എന്ത് ചെയ്യും, 30% വരെ ഡിസ്കൗണ്ടിൽ നമുക്ക് ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിക്കും. അപ് ടു 30% വരെ ഡിസ്കൗണ്ടാണ് കമ്പനി എല്ലാ ഉൽപ്പന്നങ്ങൾക്കും തരുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് 10% സൗജന്യ പ്രൊഡക്റ്റ് വാങ്ങുന്ന അതേ മാസം നമുക്ക് തരുന്നു എന്നുള്ളതാണ്. 10% ഫ്രീ പ്രൊഡക്റ്റ് ഓരോ 1000 രൂപയ്ക്ക് മുകളിൽ ബില്ല് ചെയ്യുന്ന ഓരോ കസ്റ്റമറിനും ഒരു ഗിഫ്റ്റ് എല്ലാ മാസവും ലഭിക്കുമെന്നുള്ളതാണ്. ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ അവിടെ വെച്ചിട്ടുണ്ടാവും.
അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താവിന് സബ്സിഡി ലഭിക്കുന്നു എന്നുള്ളതാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്, എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് പല ബ്രാൻഡിൻ്റെയും പല കമ്പനിയുടെ ഉൽപ്പന്നങ്ങളും നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. ഒരു കമ്പനിക്കാരനും ഒരു ബ്രാൻഡുകാരനും അല്ലെങ്കിൽ ഒരു ഷോപ്പുകാരനും പോലും നമുക്ക് ₹1 കുറച്ച് തന്നിട്ടില്ല. നമുക്ക് MRP വിലയൊക്കെ തന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉള്ളപ്പോൾ മാത്രമല്ല ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിലാവാം, അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇന്ന് വരുന്നത് പക്ഷേ മോദി കെയറിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഏതൊരു കസ്റ്റമറിനും സബ്സിഡി ലഭിക്കുന്നുണ്ട്. അത് ഡയറക്റ്റ് സെല്ലിങ്ങിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാര്യമാണ്. അത് മോദി കെയർ കമ്പനിയാണ് നമുക്ക് ഈ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ് മോദി കെയർ കമ്പനി. അടുത്തൊരു ഓഫറും കൂടെ കേട്ടപ്പോഴാണ് ഞാൻ വളരെയധികം എക്സൈറ്റ്മെൻ്റ് ആയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ 6 മാസം കൂടുമ്പോഴും കമ്പനി ഒരു ₹7,000 വില വരുന്ന ഉൽപ്പന്നം സൗജന്യ പർച്ചേസിങ് നമുക്ക് തരുന്നുണ്ടെന്നുള്ളതാണ്. സൗജന്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഫ്രീ ആയിട്ട് ₹1 കൊടുക്കേണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ള ഉൽപ്പന്നം ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയും എടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഓക്കെ, അത് ലോയൽറ്റി പ്ലസ് അച്ചീവർ ആണെങ്കിൽ ഒരു മാസം തന്നെ 13ാമത്തെ മാസം, ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 13ാമത്തെ മാസം ₹14,000 ഉൽപ്പന്നമാണ് ഇവിടെ സൗജന്യമായിട്ട് കമ്പനി നമുക്ക് തരുന്നത്. ₹14,000 എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ 3 മാസത്തെ പ്രൊഡക്റ്റ് സൗജന്യമായിട്ട് കമ്പനി നമുക്ക് തരുന്നുണ്ടെന്നുള്ളതാണ്, ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഈ ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, പകുതിയിൽ താഴെ വിലക്കുറവിൽ നമുക്കിവിടെ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു. 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി കമ്പനി തന്നെ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ബിസിനസ്സായിട്ട് ചെയ്താലോ ഒരു കസ്റ്റമറായി വാങ്ങിയാലോ ഒരു തരത്തിലുള്ള നഷ്ടസാധ്യതയും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ₹1 പോലും മുതൽ മുടക്കില്ലാതെ നമുക്കിവിടെ ഈ ഒരു ബിസിനസ് അവസരം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നു, നമുക്ക് തുടങ്ങാൻ സാധിക്കുന്നു എന്നുള്ളത്. അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, ഇത്രയും ഓഫറിലും ബെനിഫിറ്റിലുമുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ എങ്ങനെയാണ് കസ്റ്റമറിലേക്ക് എത്തിക്കേണ്ടത്. നമുക്കറിയാം ഏതൊരു ബിസിനസ് ആയാലും ആ പ്രൊഡക്റ്റോ സർവീസോ കസ്റ്റമറിലേക്ക് എത്തിക്കുമ്പോൾ മാത്രമാണ് ആ ബിസിനസ് വളരുക. കറക്റ്റല്ലേ ഞാൻ പറയുന്നത്? ഏതൊരു ബിസിനസ് ആവട്ടെ, ലോകത്തിന് എന്ത് ബിസിനസ് ആയാലും, പ്രൊഡക്റ്റ് ആയാലും അല്ലെങ്കിൽ ഈ പറയുന്ന സർവീസ് ആയാലും, നമ്മൾ കസ്റ്റമറിലേക്ക് എങ്ങനെ എത്തിക്കുന്നു എന്നതിലാണ് നമ്മുടെ ബിസിനസ് വളരുന്നത്. നമ്മളിൽ ഇങ്ങനൊരു ഉൽപ്പന്നമുണ്ട് എന്നും ഈ ഉൽപ്പന്നങ്ങൾ കസ്റ്റമറിലേക്ക് അതിൻ്റെ ഉപയോഗ രീതിയും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ എന്തൊക്കെ ഉൽപ്പന്നങ്ങളുണ്ട് അതിൻ്റെ ഓഫറുകളും ബെനിഫിറ്റുകളും കൃത്യമായി നമുക്ക് കസ്റ്റമറിലേക്ക് എങ്ങനെ എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ അതനുസരിച്ചിട്ടാണ് നമ്മുടെ ഓരോ ബിസിനസ്സും, അത് ഈ ബിസിനസ് എന്നല്ല ഏതൊരു ബിസിനസ്സും വളരുന്നത്. അതുപോലെ എങ്ങനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് കൃത്യമായി അടുത്ത വീഡിയോസിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. അപ്പം മുതൽ മുടക്കില്ലാതെ ഇത്രയധികം ബെനിഫിറ്റുള്ള ഈ ഉൽപ്പന്നങ്ങളെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ എവിടെയും മാർക്കറ്റ് ചെയ്തുകൊണ്ട്, ഇനി മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സാധനം കമ്പനി തന്നെ എത്തിച്ചു കൊടുത്തോളും, നമുക്കൊരു റിസ്ക്കും ഇല്ല. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഓൺലൈൻ ഷോപ്പിൻ്റെ ലിങ്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കസ്റ്റമറിന് അയച്ചു കൊടുത്തുകൊണ്ട് കസ്റ്റമറിന് എവിടെ ഇരുന്നാണോ പർച്ചേസ് ചെയ്യുന്നത് അവിടെ ഇരുന്നുകൊണ്ട് അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സാധനം കമ്പനി എത്തിച്ചു കൊടുക്കുകയും അവിടെ നടന്ന സെയിലിൻ്റെ പ്രോഫിറ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോസ് അടുത്തൊരു സെഷനിൽ നമുക്ക് വയ്ക്കാം. ഇപ്പോൾ ഈ കമ്പനിയുടെ ഓഫറുകളും ഇത്രയും ബെനിഫിറ്റുള്ള ഉൽപ്പന്നം നമുക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ₹1 മുതൽ മുടക്കില്ലാതെ നമുക്ക് ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരെയും ഹാർദവമായിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് മീ റിയാസ് മോൻ അഞ്ചൽ, ഡയമണ്ട് ഡയറക്ടർ, മോദി കെയർ.